മഞ്ചേശ്വരത്തെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് അപരൻ, ഡി സുരേന്ദ്രൻ നായർ എന്ന പേരിലാണ് അപരൻ. ഇയാൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്നാണ് BJPയുടെ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉഴമലയ്ക്കൽ പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു ഡി സുരേന്ദ്രൻ നായർ. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ചേരുന്നു. അരുണ, ഉന്നത നേതാക്കളെല്ലാം അല്ലെങ്കിൽ ടോപ്പ് ലീഡർഷിപ്പ് ഒക്കെ അപരന്മാരുടെ ഭീഷണി അത് തരണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഭീഷണി നേരിടുന്നുണ്ട്. ആ കൂട്ടത്തിൽ സുരേന്ദ്രൻ കൂടി വരുന്നു. പക്ഷേ ഇവിടെ അവരിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നൊരു ക്ലെയിം ഇവിടെ BJP ഉയർത്തുന്നു. അതിന് കാരണമുണ്ട്, തെളിവുണ്ട്. കാരണം അവരൻ UDF സ്ഥാനാർത്ഥിയായിരുന്നു. എന്തൊക്കെയാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? BJP ആരോപണങ്ങൾക്ക് കോൺഗ്രസിന്റെ മറുപടി എന്താണ്? സ്വന്തം നിലയ്ക്കുന്നതാണോ ഡി സുരേന്ദ്രൻ നായർ മത്സരിക്കാൻ? സുഹേലി, അപരന്മാർ NDA തോൽപ്പിച്ച ചരിത്രമുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. 2016-ലും 2021-ലും അപര സ്ഥാനാർത്ഥി വോട്ട് നേടിയത് മൂലം കെ സുരേന്ദ്രൻ തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2016-ൽ 89 വോട്ടിനാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അന്ന് അപരനായി നിന്ന കെ സുന്ദര നേടിയത് 400-ലധികം വോട്ടുകളാണ്. 2021-ലും സമാനമായ സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണ അപരനെ ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നാണ് BJP ഉയർത്തുന്ന ആരോപണം. അത് ഡി സുരേന്ദ്രൻ നായർ എന്ന വ്യക്തിയാണ് ഇറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ മുൻ DCC അംഗമാണ്. ഉഴമലക്കൽ പഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണെന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ആണ് ഇതിന് പുറകിലെന്ന് പറയുന്നുണ്ട്. ഈ ഡി സുരേന്ദ്രൻ നായരുടെ വീട്ടിലെത്തി അന്വേഷിച്ച സമയത്ത് അദ്ദേഹം വീട്ടിലില്ല എന്നും മറ്റൊരു സ്ഥലത്താണെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ളൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. കെ സുരേന്ദ്രൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക്, രാഷ്ട്രീയ വാക്പോരിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഇതിന് പുറകിൽ UDFും കോൺഗ്രസുമാണെന്നാണ് BJP ഉയർത്തുന്ന ആരോപണം. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.